വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റും പിന്നെ ഫൈബറും ഒക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഭയങ്കര പവർ ഹൗസ് ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു ന്യൂട്രീഷൻ പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 50 ഗ്രാംസ് സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, അതുപോലെ തന്നെ നമ്മുടെ എള്ള്. കറുത്തകളുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന വെളുത്ത എള്ളാണ്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. പിന്നെ അടുത്ത് നമ്മൾ ചേർക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് ഞാൻ ഒരു 30 ഗ്രാംസ് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 100 ഗ്രാംസ് ഡേറ്റ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം എനിക്ക് മധുരം കുറച്ച് മുന്നിൽ നിൽക്കേണ്ടതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തത്. മധുരം കുറച്ച് കുറഞ്ഞു പോയി എനിക്ക് കഴിക്കുമ്പോൾ അത്ര സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു 100 ഗ്രാംസ് ഡേറ്റ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അത് ഞാൻ സെപ്പറേറ്റ് ആണ് കേട്ടോ റോസ്റ്റ് ചെയ്ത്, ഒന്നിച്ചല്ല റോസ്റ്റ് ചെയ്ത്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം റോസ്റ്റ് ചെയ്തിട്ട് ചൂടെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഡെയിലി 1-2 സ്പൂൺ വെച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്, സ്കിൻ ആൻഡ് ഹെയറിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്ത് ഇത് കഴിക്കുമ്പോൾ തന്നെ വയറ് കുറച്ചൊന്ന് നിറഞ്ഞ പോലെ തോന്നി. ബാക്കിയുള്ള ഫുഡ്സിൻ്റെ അളവും നമ്മൾ കഴിക്കുന്നത് കുറയും. അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റിന് ഈ പൗഡർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് പൗഡറായിട്ടും അതുപോലെ തന്നെ ഉണ്ട പോലെയും കഴിക്കാം കേട്ടോ.